morning to all. സുഭാഷ് ഏട്ടാ ഗുഡ് മോർണിംഗ്. നിങ്ങളെ ഫാക്കൽറ്റിയെ ഒന്ന് ഹോസ്റ്റ് ആയിക്കളണ്ടി, കോ ഫാക്കൽറ്റി ആക്കിക്കളണ്ടി, കോ ഹോസ്റ്റ് ആയിക്കളണ്ടി. ഹിഷാംജി കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, വോയിസ് കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ കബീർ സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കബീർ സാർ. ഗുഡ് മോർണിംഗ് സുഭാഷ്, ഗുഡ് മോർണിംഗ്. Good morning. I am Shivadas from JCI Nammala. Good morning, sir. Good morning, sir. സുഭാഷ് ഏട്ടാ പ്രോഗ്രാം തുടങ്ങിയതിന്റെ ശേഷം സ്ക്രീൻഷോട്ട് എടുക്കണേ. ഡോക്ടർ നാറ്റ്കോളിലാണുള്ളത്. നാറ്റ്കോൾ ഇവിടെ രാത്രി 3 മണിക്ക് അവിടെ എത്തിയത്. ഓക്കെ ഓക്കെ. Chandrika madam, good morning. Yes, good morning everyone. Good morning. Chandrika madam ഞാൻ രാവിലെ ഒരു പണി തരാണ്. ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് വോട്ട് ഓഫ് താങ്ക്സ് പറയണം. ഓക്കേ? വോട്ട് ഓഫ് താങ്ക്സ്. ശരി. ഓക്കേ. താങ്ക് യു. രേഖ മാഡം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ശരി. Yes, good morning, Alika. Ifai, good morning. Good morning. Thank you very much. Kunjoma sir, good morning. Yes, good morning. കബീർ സാർ, നമ്മൾ 7:02 സ്റ്റാർട്ട് ചെയ്യാറ് കേട്ടോ. നേരിട്ട് സെഷനിലേക്ക് കിടക്കുകയാണ് അല്ലേ? അതെ. ഒരു ജസ്റ്റ് ഒരു വെൽക്കം സ്പീച്ച് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട്. ഓക്കെ. യെസ്. കുറെ പേര് നാറ്റ്കോണിലുള്ള യാത്രയിലാവൂലേ? അതെ, കുറെ ആളുകൾ നാറ്റ്കോൺ പങ്കാളികളെ. ഞാൻ SMAക്ക് രജിസ്റ്റർ ചെയ്തിരുന്നു, പോകാൻ പറ്റിയില്ല. അയ്യോ. ഇന്നലെ പോണ്ടാണ്. ഇഷാമ് കാര്യമില്ലെന്ന് ഡോക്ടർ? ഇല്ല, ആള് നാറ്റ്കോണിലാണ്. അത് ശരിയാണ്. ഇന്നലെ 3:30 ടേക്കിന്, ഇന്ന് രാവിലെ 3:30 ടേക്കിന് അവിടെ എത്തിയപ്പോ ഉറക്കാവും. ജസ്റ്റ് ഒന്ന് വന്നു പോയതാണ് പക്ഷേ. അതെ.
Okay, good morning to all. The meeting in the connection with the 7 a.m. morning drive is here by call to order. I request to JFM Rega to do the welcome speech. Rega madam. Yes, okay. Thank you, Chairman, for the privilege. Good morning. ഒരു ദിവസം തുടങ്ങുമ്പോൾ പുതിയ ആശയങ്ങളും പോസിറ്റീവ് ചിന്തകളും ഹൃദയത്തിൽ നിറയ്ക്കുന്ന സോൺ 28ന്റെ ഡെയിലി മോർണിംഗ് ഓൺലൈൻ സെഷനായ മോർണിംഗ് ഡ്രൈവിലേക്ക് സ്വാഗതം. ആദ്യമായി ചെയർമാൻ JFM സുഭാഷ് സാറിനെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് മികച്ച ചിന്തകളും സന്ദേശവും നൽകാൻ എത്തിയിട്ടുള്ള JFD അഹമ്മദ് കബീർ റിഫാഹി സാറിനെ, JCI സോൺ ഡയറക്ടറിനെ ഈ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ZP സോൺ പ്രസിഡന്റ് JCI PPP ചിത്ര മാഡത്തെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. JFM ഡോക്ടർ ഹിഷാം ഹൈദർ സോൺ ഡയറക്ടർ ട്രെയിനിങ്ങിന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന JCI അംഗങ്ങളെയും നോൺ JCI അംഗങ്ങളെയും ഏറെ സന്തോഷത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. ജയ് JCI, ബി ബെറ്റർ, ലെറ്റ് us make different. Thank you. Thank you, Rega madam, for a vibrant welcome speech and a warm good morning wishes. The 7 a.m. morning drive online session for you, sir, Amma sir. Yes. Thank you, sir. Thank you very much. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി രാവിലെ വന്നത്. പ്രത്യേകിച്ച് നമ്മുടെ വെൽക്കം സ്പീച്ച് പറഞ്ഞിട്ടുള്ള രേഖ മാഡത്തിനെ കുറച്ച് ദിവസത്തിന് ശേഷമാണ് കാണുന്നത്. വളരെ സന്തോഷം. പെട്ടെന്ന് നമ്മൾ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ അത് പറഞ്ഞു പോവാന്നുള്ളതേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫേസ്ബുക്കിൽ വളരെ സജീവമായിട്ട് കുറച്ചധികം വർഷങ്ങളായിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ എഴുതിയിട്ടുള്ള ഒരു കാര്യം ഇത്ര ഇയേഴ്സ് അഗോ എന്നൊക്കെ പറഞ്ഞ് കാണിക്കാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ കണ്ടപ്പോ അതിൽ എഴുതിയത്, എന്റെ ഖബറിടത്തിൽ കല്ലുകൾക്ക് പകരം, അടുക്കി വെക്കപ്പെടുന്ന കല്ലുകൾക്ക് പകരം നിങ്ങൾ പുസ്തകക്കെട്ടുകൾ ഇറക്കി വെക്കുക. എന്റെ ജീവിതത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായി, എന്നേക്കാൾ നന്നായി അവർ പറയും. ഇത് മുമ്പ് എപ്പോഴും ഏകദേശം ഒരു 4-5 വർഷം മുമ്പ് ഞാൻ എഴുതിയിട്ടിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അത് പിന്നീട് വായിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം ജീവിതത്തിൽ ഇന്നും സന്തത സഹചാരി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം പുസ്തകങ്ങളാണ്. എപ്പോഴും പുസ്തകങ്ങളാണ് എന്റെ ജീവിതത്തെ പലതായിട്ട് ചിന്തിപ്പിച്ചിട്ടുള്ളതും വഴി നടത്തിയിട്ടുള്ളതും ഒക്കെ പുസ്തകങ്ങളാണ്. അതുകൊണ്ട് തന്നെ നല്ല പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളുകളുടെ പ്രഭാഷണങ്ങളൊക്കെ എവിടെ ഉണ്ടാവുമ്പോഴും അതിന് സമയം കണ്ടെത്തി കേൾക്കാൻ പോകാറുണ്ട്. കഴിഞ്ഞൊരു 2 ആഴ്ച മുമ്പ് നമ്മുടെ കോഴിക്കോട് മാതൃഭൂമി ബുക്സിൽ, അതുപോലെ സ്വാമി അധ്യാത്മാനന്ദ, അദ്ദേഹം ത്രിസന്ധ്യ, അതുപോലെ ആത്മവിദ്യാലയം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കാൻ വേണ്ടി പോയപ്പോ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇവിടെ സൂചിപ്പിച്ച് തുടങ്ങാൻ തോന്നുന്നു. അദ്ദേഹം പറഞ്ഞത്, നമ്മള് ഒരാളെ കേൾക്കുന്ന സമയത്ത് ആ മനുഷ്യൻ പറയുന്ന വാക്കുകളേക്കാൾ കൂടുതൽ ആ വാക്കുകളിൽ അടങ്ങിയിട്ടുള്ള വികാരങ്ങളെയാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ കേൾക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്കത് ഒരുപാട് കണക്ട് ആയിട്ട് തോന്നി. ഞാൻ പെട്ടെന്ന് എന്റെ പ്രിയപ്പെട്ടവരിലേക്ക് എന്റെ ചിന്ത പോയപ്പോ എനിക്ക് എന്റെ കണ്ണൊക്കെ ശരിക്കും നിറഞ്ഞുപോയി. കാരണം വല്ലാത്തൊരു കുറ്റബോധത്തോട് കൂടിയിട്ട് പലപ്പോഴും നമുക്ക് ഈ മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ ഒക്കെ കയറിയിട്ട് ആളുകൾ അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഭയങ്കര പോസിറ്റീവ് ആയിട്ട് നിൽക്കണം, അല്ലെങ്കിൽ എനർജറ്റിക് ആയിട്ട് നിൽക്കണം, കോൺഫിഡന്റ് ആയിട്ട് നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ മോട്ടിവേഷൻ അങ്ങോട്ട് അടിച്ചു കൊടുക്കുന്നതിന് മുമ്പ് എന്താണ് അവർ പറയുന്ന ഒരു വാക്കുകളിലെ വികാരം എന്ന് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. അപ്പോ എന്റെ ആദ്യത്തെ ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളോട് ആരെന്ത് സംസാരിക്കുന്ന സമയത്തും നമ്മൾ അവര് പറയുന്ന വാക്കുകളേക്കാൾ കൂടുതൽ ആ വാക്കുകൾ അടങ്ങിയിട്ടുള്ള വികാരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പ്രതികരിക്കേണ്ടതും അല്ലെങ്കിൽ നമ്മൾ പരിഗണിക്കേണ്ടതും ആ വാക്കുകളെയല്ല, ആ വാക്കുകളിലെ വികാരങ്ങളെയാണ് എന്നുള്ളതാണ് എനിക്ക് ആദ്യം ഒന്ന് പറഞ്ഞു തുടങ്ങാനുള്ളത്. ജലദോഷമുള്ളതുകൊണ്ട് ശബ്ദം കുറച്ച് റഫാണ്, ക്ഷമിക്കുക. ഈ വാക്കുകളുടെ നൈർമല്യം നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ ഹൃദയം പരിശുദ്ധമായിട്ട് നമ്മൾ സൂക്ഷിക്കണം എന്ന് പറയാം. ഹൃദയം എപ്പോഴും ഒരു ഒഴിഞ്ഞ കപ്പ് പോലെ എന്നൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. അപ്പൊ ഒഴിഞ്ഞ കപ്പ് പോലെ എങ്ങനെയാണ് സൂക്ഷിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേക്കാണ് ഞാൻ പ്രധാനമായിട്ടും വരുന്നത്. ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ മാപ്പ് കൊടുക്കുക എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും നല്ലൊരു കോട്ടിങ്സ് ദ ആർട്ട് ഓഫ് ഫോർഗീവിംഗ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ അതിന്റെ ഗ്രന്ഥകാരൻ പറയുന്നുണ്ട്. അതായത് മാപ്പ് കൊടുക്കുക
എന്നുള്ളത് ഒരു തടവുകാരനെ മോചിപ്പിക്കലാണെന്ന് പറയും. ഒരു തടവുകാരനെ മോചിപ്പിക്കുക. ആ തടവുകാരൻ നമ്മളാണെന്ന് കണ്ടെത്തുന്നതും കൂടിയാണ് ആ മാപ്പ് കൊടുക്കൽ എന്ന് പറഞ്ഞത്. വളരെ ചിന്തനീയമായിട്ടൊരു വാക്കായിട്ട് എനിക്ക് തോന്നി. മാപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു തടവുകാരനെ മോചിപ്പിക്കുക. അത് മാത്രമല്ല, ആ തടവുകാരൻ നമ്മളാണെന്ന് സ്വയം തിരിച്ചറിയുക. അതിനോട് ബന്ധപ്പെടുത്തിയ ഒരു കഥ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികൾക്ക് ടീച്ചർ ഒരു ടാസ്ക് കൊടുക്കണം. അടുത്ത ദിവസം വരുന്ന സമയത്ത് ഒരു കവറിൽ കുറച്ച് തക്കാളി നിറച്ചു വരിക. അപ്പൊ ഒരുപാട് ഇഷ്ടപ്പെട്ട ടീച്ചറാണ്. ടീച്ചർ കൊടുത്തൊരു ടാസ്ക് ആണ്. മക്കൾ എന്ത് ചെയ്തു? കുറച്ച് തക്കാളിയൊക്കെ നിറച്ചിട്ട് പിറ്റേ ദിവസം ക്ലാസ്സിലേക്ക് വന്നു. അതിൽ ടീച്ചർ പറഞ്ഞൊരു ഇൻസ്ട്രക്ഷൻ എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ മനസ്സിൽ എത്ര ആളുകളോട് വെറുപ്പുണ്ടോ അത്രയും തക്കാളിയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ആ കവറിൽ നിറച്ചു വരില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചില കുട്ടികൾ 1 കൊടുന്നു, ചില കുട്ടികൾ 2 കൊടുന്നു, ചില കുട്ടികൾ 5, 6 കൊടുന്നു. പിന്നെ ടീച്ചർ കൊടുക്കുന്ന ഒരു അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, ഈ തക്കാളി വരുന്ന ഒരാഴ്ചക്കാലം നിങ്ങൾ നിങ്ങളെ കൂടെ കൊണ്ടു നടക്കണം. നിങ്ങൾ എവിടെയൊക്കെ പോകുന്നോ അവിടെയൊക്കെ ഈ തക്കാളി കൊണ്ടുപോകണം. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ തക്കാളി കൊണ്ടുപോകണം. അപ്പൊ ആദ്യത്തെ ഒരു ദിവസമൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. 2 ദിവസം കഴിഞ്ഞ സമയത്ത് തക്കാളി ചീഞ്ഞു തുടങ്ങി, അതിന്റെ സ്വഭാവം മാറി തുടങ്ങി, വല്ലാത്ത ദുർഗന്ധം വന്നു തുടങ്ങി. കുട്ടികളൊക്കെ ടീച്ചറോട് പരാതി പറഞ്ഞു. പക്ഷെ ടീച്ചർ ആ പരാതി ഒന്നും എടുത്തില്ല. ടീച്ചർ പറഞ്ഞു, ഒരാഴ്ചയാണ് നമ്മുടെ ടാസ്ക്, ഒരാഴ്ച നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ടീച്ചറോടുള്ള ഇഷ്ടം കൊണ്ട് കുട്ടികൾ ഒരാഴ്ച അത് കംപ്ലീറ്റ് ചെയ്തു. ശേഷം ക്ലാസ്സിൽ വന്ന സമയത്ത് ടീച്ചർ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് ചോദിച്ചു. അപ്പൊ കുട്ടികൾ ഭയങ്കര ദേഷ്യത്തില്, ടീച്ചറായതുകൊണ്ട് ഞങ്ങളൊന്നും പറയുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു രീതിയിലാണ് കുട്ടികൾ അവരുടെ ആ ഒരു വെറുപ്പും അവരുടെ ആ ദുർഗന്ധത്തിലുള്ള അവരുടെ പ്രയാസമൊക്കെ അവർ എക്സ്പ്രസ് ചെയ്തത്. അന്നാ ടീച്ചർ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, മക്കളെ, ഒരു തക്കാളിയുടെ ഒരു ചീഞ്ഞ ദുർഗന്ധം പോലും നമുക്ക് സഹിച്ച് നടക്കാൻ പറ്റുന്നില്ല. അപ്പോ എത്രയോ ആളുകൾ എത്രയോ കാലങ്ങളായിട്ട് എത്രയോ മനുഷ്യരോടുള്ള വെറുപ്പും പകയും ഒക്കെ മനസ്സ് കൊണ്ടു നടക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ കൊണ്ടു നടക്കുന്ന ആളുകളിൽ ശരിക്കും എത്രമാത്രം അവരുടെ മനസ്സിൽ ആ ഒരു ദുർഗന്ധവും അവരുടെ മനസ്സിൽ ആ ഒരു കെട്ടിക്കിടക്കുന്നതിന്റെ ആ ഒരു അവശിഷ്ടങ്ങളുടെ ആ ഒരു ചവറുകളുടെ വീർപ്പുമുട്ടലുകൾ എത്രത്തോളം ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന എന്താന്ന് വെച്ചാൽ, ഈ മാപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഔദാര്യാന്നാണ് ശരിക്കും നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ അതല്ല. ശരിക്കും മാപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് ശരിക്കും നമ്മളോട് ചെയ്യുന്ന വലിയൊരു കാര്യമാണ്. നമ്മളോട് ചെയ്യേണ്ട വലിയൊരു കാര്യം തന്നെയാണ്. കാരണം പലപ്പോഴും നമ്മൾ ദേഷ്യം കൊണ്ട് നടക്കുന്ന ആളുകള് നമ്മുടെ അങ്ങനെ ഒരു ദേഷ്യം അവരുടെ എഫക്റ്റ് ചെയ്യുന്ന പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. അവരത് അറിയുന്ന പോലും ഇല്ല. അവര് ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര കൂളായിട്ട് അവർ ജീവിച്ചു പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ കാലാകാലം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ദേഷ്യം ഇറക്കി വെച്ചിട്ട് അതിങ്ങനെ എന്താ പറയാ, അതിങ്ങനെ കൂട്ടി വെച്ച് അതിന്റെ ഒരു വീർപ്പുമുട്ടൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിനും പറയുന്ന ഒരു കഥ എന്താന്ന് വെച്ചാൽ, നമുക്കൊരാളോട് ഒരു ദേഷ്യമുണ്ട്. അപ്പൊ അയാളെ കണ്ടാൽ എപ്പോഴെങ്കിലും എറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കയ്യിൽ ഒരു തീക്കനൽ ഇങ്ങനെ കൊണ്ടു കിടക്കണം. അയാളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എറിയണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. പക്ഷെ എന്താ സംഭവിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം ഒരു തീക്കനല് നമ്മുടെ കയ്യിൽ കൊണ്ട് നടക്കുകയാണെങ്കിൽ ആദ്യം പൊള്ളിത്തീരുന്നത് ആരായിരിക്കും? നമ്മൾ തന്നെയായിരിക്കും. അതുപോലെ തന്നെയാണ് പലപ്പോഴും പല ആളുകളോടുള്ള ഒരു വെറുപ്പും വിദ്വേഷവും ഒക്കെ നമ്മുടെ ഉള്ളിൽ നമ്മൾ സൂക്ഷിക്കുന്ന സമയത്ത് സംഭവിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ ശരിക്കും നമ്മളോട് ചെയ്യുന്ന ഒരു ഫേവർ തന്നെയാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്, ഒരു പുറത്തു കൊടുക്കുക എന്ന് പറയുന്നത്. കാരണം പുറത്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും അത് ഒരു ഭൂതകാലത്ത് നിന്ന് പുറത്തു ചാടുക എന്ന് പറയാം. നമ്മള് കഴിഞ്ഞു പോയിട്ടുള്ള നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നിന്ന് ശരിക്കും നമ്മൾ പുറത്തേക്ക് ചാടുക എന്ന് പറയാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം കഴിഞ്ഞു പോയൊരു കാലത്തിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, അല്ലെ? അത് കഴിഞ്ഞു. അവിടെ പോയിട്ട് അല്ലെങ്കിൽ അതിലേക്ക് കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ റിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റം വരുത്തുക, ഇതൊന്നും ആർക്കും സാധ്യമാവുന്ന ഒരു കാര്യമല്ല. നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ വർത്തമാനം ഇപ്പൊ ഉള്ള നമ്മുടെ കാലം ഒന്ന് മികച്ചതാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ മികച്ചതാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വളരെ ഫ്രഷ് ആയിട്ട് നമുക്ക് തിരിച്ചു കിട്ടണം. അപ്പോ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കി. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട്, എത്ര എന്ത് ചെയ്തിട്ടും എനിക്ക് വിജയിക്കാൻ പറ്റുന്നില്ല, എന്ത് ചെയ്തിട്ടും എനിക്ക് ലൈഫിൽ എന്ത് ചെയ്യുന്നില്ല, ഒരു സന്തോഷം വരുന്നില്ല, എന്ത് ചെയ്തിട്ടും ഒരു ഹാപ്പിനെസ് കിട്ടുന്നില്ല, എപ്പോഴും ടെൻഷനാണ്, എപ്പോഴും സ്ട്രെസ്ഡ് ആണെന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ ശരിക്ക് നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് കൈവച്ച് നമ്മുടെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി. അപ്പൊ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് ആരോടോ, നമുക്ക് എന്തിനോടോ എന്തോ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു വെറുപ്പ്, ഒരു പക നമ്മുടെ ഉള്ളിൽ കുറെ കാലമായിട്ട് കിടക്കുന്നുണ്ട്. ആ പക വളരെ നെഗറ്റീവായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ എഫക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ എഫക്ട് ചെയ്യുന്നതിന്റെ റിഫ്ലക്ഷൻ ആണ്
നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ പരാജയങ്ങൾ എന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും ആ പകയിൽ നിന്ന് നമ്മൾ, അല്ലെങ്കിൽ ആ വർത്തമാന കാലത്ത് നിന്ന് നമ്മൾ പുറത്ത് കിടക്കണം. നമുക്ക് നമ്മളെ ഫ്രീ ആക്കണം. അതിന് നമ്മൾ ഫ്രീ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഭൂതകാലത്ത് നിന്ന് നമ്മൾ മോചിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം ഭയങ്കര വലുതാണ്. ഇപ്പൊ ഞാനൊക്കെ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തൊരു സംഭവമാണ്. നമുക്ക് നമ്മുടെ മുമ്പിലുള്ള നമ്മൾ ആ ഭൂതകാലത്ത് നിന്ന് പുറത്തേക്ക് കിടക്കുന്ന സമയത്ത് പുതിയ അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടും. നമുക്ക് പുതിയ വഴികൾ കാണപ്പെടും. നമ്മുടെ കംഫർട്ട് സോണിൽ നമ്മൾ ബ്രേക്ക് ചെയ്യപ്പെടും. നമ്മൾ ആ ഒരു ഭൂതകാലത്തിൽ ചിലപ്പോൾ നമ്മൾ അങ്ങനെ കിടക്കുന്നത്, ചിലപ്പോൾ അത് ഒരു പക്ഷെ നമുക്ക് നഷ്ടപ്പെട്ട എന്തെങ്കിലും നല്ല കാര്യങ്ങളുണ്ട്. ഇപ്പോ ഒരു വളരെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ചില ആളുകൾ അവരുടെ ജീവിതത്തിൽ ഒരു പ്രണയമൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ പ്രണയത്തെ കുറിച്ച് ഓർത്ത് നടക്കുന്ന ആളുകൾ, നമ്മൾ ഈ നിരാശാകാമുകന്മാരെന്നൊക്കെ പറയും, അത് ശരിക്കും ഒരു നെഗറ്റീവ് എനർജിയാണ്. കാരണം അവരാ പാസ്റ്റ് ആയിട്ടുള്ള സമയത്ത് അവിടെ കെട്ടിടപ്പെടുകയാണ്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു ഫ്യൂച്ചറിൽ ഒരു ഗ്രോത്തിന് ശരിക്കും അത് അവിടെ സ്റ്റക്ക് ആയിട്ട്, അതവിടെ പിന്നെ ബ്ലോക്ക് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ ആ ബ്ലോക്കിൽ നിന്ന് നമ്മൾ മാറിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ മുമ്പിലേക്ക് കാണുന്ന ആ ഒരു നീലാകാശം എന്ന് പറയുന്നത് വളരെ വിസ്തൃതമായിരിക്കും. നമുക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരിക്കും, ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിലേക്ക് നമ്മൾ ശരിക്ക് സഞ്ചരിച്ചെത്തണം എന്ന് പറയാം. അപ്പൊ അതിലേക്ക് സഞ്ചരിച്ചെത്താൻ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കാം. ഓക്കെ, താങ്ക് യു. അപ്പൊ അതിലേക്ക് സഞ്ചരിച്ചെത്താൻ നമുക്ക് ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത്, അതൊരു സൈക്കോളജിക്കലി അതിന് പിന്നെ നല്ലൊരു തെറാപ്പി ശരിക്ക് ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളൊക്കെ പേഴ്സണലി ചെയ്തൊരു തെറാപ്പി അതാണ്. അതിന് ഫൊർഗീവ്നെസ് തെറാപ്പി എന്നാണ് പറയുക. ഫൊർഗീവ്നെസ് തെറാപ്പി വളരെ എഫക്റ്റീവ് ആയിട്ട് വളരെ നല്ല മാറ്റങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തെറാപ്പിയാണ് ഫൊർഗീവ്നെസ് തെറാപ്പി. നമ്മുടെ ജീവിതത്തെ ബ്ലോക്ക് ചെയ്യുന്ന, നമ്മുടെ ചിന്തകളെ ബ്ലോക്ക് ചെയ്യുന്ന, നമ്മുടെ ചലനത്തെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങളെ, അത്തരം നെഗറ്റീവ് ഇമോഷൻസിനെ നമുക്ക് ഈ തെറാപ്പിയിലൂടെ മാറ്റി നമുക്കതൊരു പോസിറ്റീവ് വൈബിലേക്ക് നമുക്കത് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന, ആർക്കും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു തെറാപ്പിയാണത്. അപ്പൊ അതിനെക്കുറിച്ച് മാത്രം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞുതരാം. എങ്ങനെയാണ് ആ ഒരു തെറാപ്പി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വളരെ സമാധാനം തരുന്ന, നമുക്ക് ഏകമായിട്ട് ഒഴിഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം നമ്മുടെ വീട്ടിലോ മറ്റോ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ വളരെ ശാന്തമായിട്ട്, മറ്റൊരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും ഇല്ലാതെ നമ്മൾ വളരെ ശാന്തമായിട്ട് നമ്മൾ അവിടെ ഇരിക്കുക. അവിടെ ഇരുന്നതിന് ശേഷം നമ്മളൊരു 3-4 പ്രാവശ്യം ഒരു ദീർഘനിശ്വാസം എടുക്കുക. മീൻസ് ശ്വാസോച്ഛ്വാസം വളരെ ദീർഘമായിട്ട് നമ്മൾ മൊത്തം നമ്മുടെ ബോഡി റിലാക്സ് ആവുന്ന രീതിയിൽ നമ്മൾ വളരെ വളരെ സാവധാനത്തിൽ നമ്മൾ 3-4 പ്രാവശ്യം നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആ ഒരു ശ്വസന പ്രക്രിയയിലേക്ക് മാത്രം നമ്മുടെ ചിന്തയെ കേന്ദ്രീകരിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏറ്റവും അധികം ദേഷ്യം പിടിപ്പിച്ച, ഏറ്റവും അധികം വെറുത്ത, ഏറ്റവും അധികം ഇപ്പോഴും നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ ഒരു സംഭവത്തെ, ആ ഒരു അനുഭവത്തെ, അല്ലെങ്കിൽ ആ ഒരു മുഹൂർത്തത്തെ ഒരു സിനിമാ ചിത്രം പോലെ നമ്മൾ ശരിക്കും നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരണം. നമ്മൾ ശരിക്ക് അവിടെ ഇങ്ങനെ അന്ന് നടന്ന കാര്യങ്ങളെ നമ്മളിങ്ങനെ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ചിത്രമായിട്ട് കാണാം. നമ്മളിങ്ങനെ ചിന്തിക്കണം, യഥാർത്ഥത്തിൽ അന്ന് അവിടെ എന്താണ് ശരിക്ക് സംഭവിച്ചത്, അന്ന് സംഭവിച്ച ആ ഒരു കാര്യം എങ്ങനെയാണ് എൻ്റെ ജീവിതത്തെ അത് ബാധിച്ചിട്ടുള്ളത്, അന്ന് തൊട്ട് ഇന്നോളം ഞാനത് എങ്ങനെയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് അത് എന്താണ് എന്നിൽ ഉണ്ടാക്കുന്ന ഒരു ഫീലിങ്സ്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് അവലോകനം ചെയ്യണം. അന്ന് നടന്ന സംഭവം മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ സംഭവത്തെ നമ്മൾ ടോട്ടലി ഒരു സിനിമ പോലെ നമ്മുടെ ഉള്ളിൽ കാണുക. ഉള്ളിൽ കണ്ടതിന് ശേഷം നമ്മൾ ഇത് ചിന്തിക്കുക, എന്താണ് സംഭവിച്ചത്, എന്താണ്, അതെങ്ങനെയാണ് എന്നെ എഫക്റ്റ് ചെയ്തത്, അന്ന് തൊട്ട് ഇന്നോളം ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളൊരു ഇതിനെക്കുറിച്ച് ഒരു ഓവറോൾ ഒരു തോട്ട് പ്രോസസ്സിൽ കൊണ്ടുവന്നു കഴിഞ്ഞ് പിന്നെ നമ്മൾ തീർച്ചയായിട്ടും ഒരു സംഭവം ഉണ്ടാവുന്ന സമയത്ത് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ വ്യക്തികളോ അതിലുണ്ടാവും. നമ്മൾ മനസ്സിൽ വെറുപ്പ് കൊണ്ട് നടക്കുന്ന, പക കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയോ വ്യക്തികളോ ഉണ്ടാവും. അപ്പൊ ആ വ്യക്തികളിലേക്ക് നമ്മുടെ ശ്രദ്ധ നമ്മൾ കേന്ദ്രീകരിക്കുക. ആ വ്യക്തികളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണ്. അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക. അതായത് എന്തുകൊണ്ടായിരിക്കും ആ ഒരു സമയത്ത് അവരങ്ങനെ പ്രതികരിച്ചത്,
എന്തുകൊണ്ടായിരിക്കും അവരെങ്ങനെ പ്രതികരിച്ചത്? ആ സമയത്ത് അവരിലൂടെ കടന്നു പോയിട്ടുള്ള ചിന്തകൾ എന്തെല്ലാമായിരിക്കും? അവരിലൂടെ കടന്നു പോയിട്ടുള്ള ഇമോഷൻസ് എന്തെല്ലാമായിരിക്കും? ഇത് വല്ലാത്തൊരു ചിന്തയാണ്. ഇതാണ് എനിക്കതിൽ ഭയങ്കരമായിട്ട്, കാരണം നമ്മളെപ്പോഴും നമ്മളെ പറ്റി എപ്പോഴും ചിന്തിക്കാറുണ്ട്, പക്ഷെ പലപ്പോഴും എംപത്തറ്റിക് ആയിട്ട് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ചിന്തിക്കൽ വളരെ കുറവാണ്. നമ്മൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാലുള്ളൊരു ഗുണം എന്താന്ന് വെച്ചാൽ, അവരോട് നമുക്കിപ്പോ തോന്നുന്ന ആ ഒരു 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 ദേഷ്യം, ഒരു പക, ഒരു വെറുപ്പ് ശരിക്കും താനെ അത് കുറഞ്ഞു വരുന്നാണ് പറയാം. അപ്പൊ അത് നമ്മൾ നമ്മൾ അവരുടെ ഭാഗത്ത് അവർക്ക് എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ അവരിലൂടെ കടന്നു പോയൊരു ഇമോഷൻ എന്താണ്, അവരെന്തുകൊണ്ടാണ് അപ്പോ അങ്ങനെ പ്രതികരിച്ചത് എന്നുള്ളതിനെ പറ്റി ചിന്തിച്ചതിന് ശേഷം ഇനി ഞാൻ പറയുന്ന ഒരു സ്ക്രിപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി, വളരെ ഹൃദയപൂർവ്വം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മളത് ഉരുവിടുക. ആ സ്ക്രിപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ പറയാം, എൻ്റെ അന്നത്തെ അറിവിന്റെയും അനുഭവത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അന്ന് സംഭവിച്ചതൊക്കെ ശരിയായിരുന്നു. എൻ്റെ അന്നത്തെ അറിവിന്റെയും അനുഭവത്തിന്റെയും അടിസ്ഥാനത്തിൽ അന്ന് സംഭവിച്ചതൊക്കെ ശരിയായിരുന്നു. പക്ഷേ എൻ്റെ ഇന്നത്തെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള വിജയകരമായ യാത്രയ്ക്ക്, എൻ്റെ ഇന്നത്തെ ജീവിതത്തിന്റെ വിജയകരമായ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ആ അനുഭവങ്ങളും ആ സംഭവങ്ങളും ഒക്കെ വലിയ തടസ്സമാണെന്ന് ഞാനിപ്പോ തിരിച്ചറിയുന്നുണ്ട്. എടി, അന്നത് ശരിയായിരുന്നു, പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ അറിവിന്റെയും ഇപ്പോഴത്തെ അനുഭവത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇത് അന്ന് സംഭവിച്ചത്, അല്ലെങ്കിൽ ഞാൻ സ്വരുക്കൂട്ടി വെച്ചത് എൻ്റെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രക്ക് വലിയ തടസ്സമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. വീണ്ടും നമ്മൾ പറയുന്നത്, അതുകൊണ്ട് എൻ്റെ ജീവിത വിജയത്തിന് വേണ്ടി, എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരുന്നു, അല്ലെങ്കിൽ പുറത്തു തരുന്നു. ഇത് നമ്മൾ പറയാം. ഇനി നമ്മളാണ് തെറ്റ് ചെയ്തത് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് അത് തിരിച്ചും പറയാം, എൻ്റെ മുന്നോട്ടുള്ള ജീവിത യാത്രയ്ക്ക് വേണ്ടി, ജീവിത വിജയത്തിന് വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു, അങ്ങനെയും പറയാം. ഓക്കെ, അതിനുശേഷം നമ്മൾ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളെ എന്നിൽ നിന്ന് പൂർണ്ണമായും സ്വതന്ത്രമാക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ പറയുന്നത്, നിങ്ങളുടെ സന്തോഷത്തിനും നിങ്ങളുടെ സമ്പത്തിനും നിങ്ങളുടെ ആരോഗ്യത്തിനും വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രാർത്ഥന. ഒരു സ്റ്റെപ്പ് ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. എൻ്റെ അന്നത്തെ അറിവിന്റെയും അനുഭവത്തിന്റെയും അടിസ്ഥാനത്തിൽ അന്ന് സംഭവിച്ചതൊക്കെ ശരിയായിരുന്നു, പക്ഷെ എൻ്റെ ഇന്നത്തെ അറിവിന്റെയും അനുഭവത്തിന്റെയും അടിസ്ഥാനത്തിൽ എൻ്റെ മുന്നോട്ടുള്ള ജീവിത വിജയത്തിന് അതൊക്കെയും തടസ്സങ്ങളാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യുന്നു? മാപ്പ് ചോദിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാപ്പ് തരുന്നു. നിങ്ങളെ ഞാൻ എന്നിൽ നിന്ന് പൂർണ്ണമായിട്ടും സ്വതന്ത്രമാക്കുന്നു. നിങ്ങളുടെ സന്തോഷത്തിനും നിങ്ങളുടെ അഭിവൃദ്ധിക്കും നിങ്ങളുടെ സമാധാനത്തിനും നിങ്ങളുടെ സമ്പത്തിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റം നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, നമ്മൾ മനസ്സിലൊരു സ്കെയില് കാണാം. സ്കെയില് മീൻസ് നമ്മളൊരു 1 to 5 വരെയുള്ള ഒരു സ്കെയില് കാണാം. ഇതിൽ എവിടെയാണ്, എത്രത്തോളമാണ് അവരോടുള്ള നമ്മുടെ ദേഷ്യം നിൽക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് സ്കെയിൽ ചെയ്യാം. അതായത് ഇപ്പൊ ഭയങ്കര ദേഷ്യമാണെങ്കിൽ നമുക്കൊരു 5 കൊടുക്കാം. അത്ര അങ്ങോട്ട് ദേഷ്യമില്ല എന്നുണ്ടെങ്കിൽ 4 കൊടുക്കാം, 3 കൊടുക്കാം. ഇങ്ങനെ ഒരു പോയിന്റിൽ അവർ നിർത്തിയതിന് ശേഷം നിങ്ങൾ ഒരു ദിവസം ശരിക്കും രാവിലെയോ, അല്ലെങ്കിൽ പ്രാർത്ഥന നടക്കുന്ന രാവിലെയോ അല്ലെങ്കിൽ അതിരാത്രിയോ ഒക്കെ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇത് ഓരോ തവണ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ വേണ്ടി സാധിക്കും, നമുക്ക് ആ മനുഷ്യരോടുള്ള ദേഷ്യം ഇങ്ങനെ കുറഞ്ഞു വന്നിട്ട് അവസാനം അത് ഇല്ലാതായിട്ട് പോകും. അപ്പൊ എല്ലാ കേസിലും പോസിബിൾ ആണോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അപ്പൊ ഇതെല്ലാ കേസിലും പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ, സുഹൃത്ത് ശ്രീ PMA ഗഫൂർ, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം മാത്രമേ എനിക്ക് അതിന് ഉത്തരമായിട്ട് പറയാനുള്ളൂ. വേറെ ഒന്നുമല്ല, പുറത്ത് കൊടുത്ത് വിട്ടുകളയാം. അത്രേ ഉള്ളൂ. പുറത്ത് കൊടുത്തിട്ട് വിട്ടുകളയാം, മാപ്പ് കൊടുത്തിട്ട് വിട്ടുകളയാം. പിന്നെ ഒരു കണക്ഷന്റെ ആവശ്യമില്ല. അങ്ങനെ എന്താ പറയാ, ഡോണ്ട് ഫാൾ ട്വൈസ് ബൈ എ സിംഗിൾ സ്റ്റോൺ എന്ന് പറയാം. ഒരേ കല്ല് തട്ടിയിട്ട് നമ്മൾ 2 പ്രാവശ്യം വിതെന്ന് പറയാം.
അപ്പൊ പുറത്തു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ജീവിത വിഷയത്തിന്, നമ്മുടെ സന്തോഷത്തിന്, നമ്മുടെ സഞ്ചാരത്തിനും വേണ്ടിയിട്ടാണ്. പിന്നെ റീകണക്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. റീകണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളെങ്കിൽ നിങ്ങൾ അത് പുറത്തു കൊടുക്കണം. എന്നിട്ട് വിട്ടു കളഞ്ഞോ, അതെന്ത് ചെയ്യണ്ട, അത് കൂടെ കൂട്ടണ്ട. അപ്പോ എന്നെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു സെഷനിൽ എനിക്ക് പറയാനുള്ളൂ. സമയം അനുവദിക്കുന്നുണ്ടെങ്കിൽ 2 മിനിറ്റിൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രം ഞാനൊന്ന് ഷെയർ ചെയ്യാം വിത്ത് ദ പെർമിഷൻ ഓഫ് ചെയർമാൻ. സുഭാഷി, സമയം ഉണ്ടാവോ? 2 മിനിറ്റ്? സമയമുണ്ട്, പറഞ്ഞോളൂ. താങ്ക് യു സർ, താങ്ക് യു. ഞാനൊരിക്കൽ നമ്മുടെ വീടിന്റെ തൊട്ടടുത്താണ് തിരൂർ ഗവൺമെന്റ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. ചെറുപ്പം മുതൽ പോകുന്ന ഇടങ്ങളാണ്. അപ്പൊ അവിടെ ഒരിക്കൽ ഉപ്പയുടെ കൂടെ ഇതുപോലെ മരുന്ന് വാങ്ങാൻ വേണ്ടി, അവിടെ ഉള്ളിലൊരു കാരുണ്യ ഒരു ചെറിയൊരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട്, അവിടെ റെഗുലർ ആയിട്ട് കഴിക്കുന്ന മരുന്ന് വാങ്ങാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയി. അപ്പൊ അവിടെ ആ കാരുണ്യയോട് ചേർന്നിട്ട് നോ പാർക്കിംഗ് എഴുതിയിട്ടുള്ള ഒരു ബോർഡ് ഉണ്ട്. ആ ബോർഡിന്റെ അടുത്താണ് ഞാൻ എൻ്റെ ബൈക്ക് പാർക്ക് ചെയ്തത്. ഉപ്പ നേരെ അവിടുന്ന് മരുന്ന് വാങ്ങാൻ വേണ്ടി പോയി. അപ്പൊ അവിടുത്തെ ഒരു സെക്യൂരിറ്റി പെട്ടെന്ന് എന്നോട് വന്നിട്ട് പറഞ്ഞു, വണ്ടി ഇവിടുന്ന് മാറ്റം, ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പാർക്ക് ചെയ്തിട്ടില്ല, ജസ്റ്റ് വെയിറ്റ് ചെയ്യണം, ഉപ്പ മരുന്ന് വാങ്ങാൻ, തിരിച്ചു വന്നു കഴിഞ്ഞാൽ വണ്ടി മാറ്റിക്കോളാം എന്ന് പറഞ്ഞു. അതൊന്നും പറ്റില്ല, പെട്ടെന്ന് വണ്ടി കയറി വരുന്നതാണ്, അത് നിങ്ങൾ അങ്ങനെ നിർത്താനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ സത്യത്തിൽ എൻ്റെ ഉള്ളിലെ അഹന്ത ശരിക്കും അങ്ങോട്ട് പുറത്തേറി. ഞാൻ പറഞ്ഞു, സുഹൃത്തെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വണ്ടിയിലുണ്ട്, ഏതെങ്കിലും വണ്ടി വന്നു കഴിഞ്ഞാൽ ഞാനത് മാറ്റും, ഓക്കെ, ഞാനത് പറഞ്ഞു പറഞ്ഞു. അപ്പൊ വീണ്ടും അദ്ദേഹം എന്തോ ഒരു പ്രഷറിൽ എന്നോട് ഷൗട്ട് ചെയ്ത് പറഞ്ഞു. അപ്പൊ ശരിക്കും എൻ്റെ ഉള്ളിൽ ശരിക്കും എന്താ പറയാ, ഒരു ഭീകരനായ പിശാച് എന്നൊക്കെ പറയും. അപ്പൊ ഞാനത് കുറച്ച് റൂഡായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞു, ഞാൻ എന്നോടല്ല പറഞ്ഞു, വണ്ടിമ്മ ഞാനുണ്ട്, അത് എനിക്ക് സൗകര്യമുള്ളപ്പോ ഞാൻ മാറ്റും, വണ്ടി ഇവിടെ തന്നെ നോക്കും, ഈ എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ എന്റെ ഭാഷയൊക്കെ ഭയങ്കര ഒരു മോശമായി. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അത് മൂപ്പര് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു, ഞാൻ അങ്ങോട്ട് ഷൗട്ട് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവരോട് പറഞ്ഞു, ഞാൻ ചെറുപ്പം മുതൽ കാണുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ജീവിക്കുന്ന ഒരു സ്ഥലം, അപ്പൊ ഈ വലിയ ഡയലോഗ് അടിച്ചിട്ട് എന്ത് ചെയ്യണ്ട, ആളാവാൻ നോക്കണ്ട, ഇവിടുത്തെ സൂപ്രണ്ട് ഒന്നും അല്ലല്ലോ, അപ്പൊ ഈ അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കണോ വേണ്ടെന്നുള്ള ഞങ്ങൾ തീരുമാനിക്കും എന്നൊക്കെ ഭയങ്കര അഹങ്കാരത്തിന്റെ ഭാഷയിലാണ് അന്ന് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചത്. ശരിക്കും അദ്ദേഹത്തിന്റെ മുഖത്ത് ഞാൻ ഇങ്ങനെ തോണ്ടൊക്കെ ചെയ്തു, ഇങ്ങനെ എന്തോ സംസാരിച്ചു വന്നു. അപ്പൊ അങ്ങനെ വന്ന് പരിചയമുള്ള ആൾക്കാർ വന്ന് ഞങ്ങളെ പിടിച്ചു മാറ്റി. അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് ഉപ്പാനെയും കൂട്ടിയിട്ട് പോയി. പിന്നെ അതിനുശേഷം ഈ ഒരു സംഭവം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തപ്പോ എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നി. കാരണം ആ മനുഷ്യൻ ചെയ്തത് അദ്ദേഹത്തിന്റെ ഒരു ഡ്യൂട്ടിയാണ്. അപ്പൊ ഒരിക്കലും എനിക്ക് ആ വണ്ടി ഒന്ന് അവിടുന്ന് മാറ്റിയിട്ട് എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. ഇത്രയും മോശമായിട്ടൊരു അഹന്ത വർക്ക് ചെയ്തിട്ട് ആ മനുഷ്യനോട് സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ ഏകദേശം ഈ സംഭവം കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞു ഞാൻ ആ ഹോസ്പിറ്റലിന്റെ അടുത്തേക്ക് വീണ്ടും പോയി. ഈ ഒരു തെറാപ്പി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം വീണ്ടും പോയി. അവിടെ പുറത്തുനിന്ന് 1 കിലോ ആപ്പിൾ അവിടുത്തെ ഒരു കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് വാങ്ങി. ഞാൻ നേരെ ചെന്നു. അപ്പോ ആ സെക്യൂരിറ്റി അവിടെ നിൽക്കുന്നുണ്ട്. ആ സെക്യൂരിറ്റിന്റെ അടുത്ത് നിന്നിട്ട് ഞാൻ ചോദിച്ചു, ഏട്ടാ, നിനക്ക് എന്നെ ഓർമ്മ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ എന്നോട് പറഞ്ഞു, ആരായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, കുറച്ച് 2-3 മാസം മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞ, ആഹാ, ഓക്കെ, അത് ഇങ്ങനെ പലപ്പോഴും പലരും ചെയ്യാറുണ്ട്, അത് എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മയില്ല എന്ന്. അപ്പൊ ഞാൻ ആപ്പിള് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തിന്റെ കൈ കൂട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഏട്ടാ, നിങ്ങൾ പുറത്തു തരണം, കാരണം അന്ന് എൻ്റെ ഒരു അഹങ്കാരം കൊണ്ട് സംഭവിച്ചു പോയതാണ്, നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടിയെ ചെയ്തിട്ടുള്ളൂ. എന്റെ കയ്യിൽ അങ്ങനെ ഒരു വല്ലാത്തൊരു വീഴ്ച വന്നുപോയി, അപ്പൊ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്, നിങ്ങൾ എനിക്ക് ക്ഷമിച്ചു തരണം എന്ന് പറഞ്ഞു. ശരിക്കും ആ മനുഷ്യന്റെ കണ്ണെന്ന് പറഞ്ഞു, എന്റെ കണ്ണെന്ന് പറഞ്ഞു. അപ്പോ അവിടെ കണ്ടു നിന്ന ഒരാളുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അതിനുശേഷം ഞങ്ങൾ ഭയങ്കര സൗഹൃദത്തിലാണ്. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, നമ്മുടെ ലൈഫിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അഹന്ത കൊണ്ടോ അഹങ്കാരം കൊണ്ടോ എന്തെങ്കിലും വിഷയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇന്ന് തന്നെ പോയിട്ട് അവരോട് മാപ്പ് ചോദിക്കുക. അതിലൊന്നും ഒരു കോംപ്ലക്സ് വിചാരിക്കേണ്ടതാണ്. അത് തരുന്നൊരു ആനന്ദം ഭയങ്കര, നമ്മളത് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് പറയാനുള്ളൂ. എനിവേ, മൈ ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും നന്ദി. ഇത് കേട്ടിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും പോയിന്റ് ഇതിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണ് എന്റെ സന്തോഷം. എന്റെ പ്രിയപ്പെട്ട ഗുരു കുഞ്ഞു മുഹമ്മദ് സാർ അടക്കമുള്ള ആളുകൾ രാവിലെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഭാഷയിൽ പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. Thank you. Wonderful session for Kebe sir. Open forum ആണ്. Feedback. Good morning, sir. Good morning, sir. Sir, I am Junais from Nalambur, JSA. Sir, audible ആണല്ലോ അല്ലേ? യെസ്, കേൾക്കാം, പറഞ്ഞോളൂ. സർ, വണ്ടർഫുൾ സർ, ഹാറ്റ്സ് ഓഫ്. കാരണം നമ്മൾ ആങ്കർ മാനേജ്മെന്റിന്റെ പല തലങ്ങളിലേക്കും പോകുമ്പോഴേ ഈ റാക്കറ്റ് ആങ്കർ എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ തീരാ പക വെച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഒരു നെഗറ്റീവ് എനർജിയാണ്. സാറ് ഒന്നും കൂടെ റിയലൈസ് ചെയ്യുന്നു. ഓക്കെ, പലപ്പോഴും അത് തോന്നാറുണ്ട്, ഇങ്ങനെ ചെയ്യണം മോശമാണ് തോന്നാറുണ്ട്. പക്ഷെ അതിലൊരു പോയിട്ട് നമ്മൾ ട്രിഗർ ഫാക്ടർ ഇല്ല, അതൊന്ന് കോംപ്രമൈസ് ചെയ്യണമെന്നുള്ള ട്രിഗർ ഫാക്ടർ ഇല്ല. പക്ഷെ സാറിന്റെ ഗോൾഡൻ വേർഡ്സ് അല്ലെങ്കിൽ ഈ ഒരു സ്പീച്ച് ഒരു ട്രിഗർ ഫാക്ടർ തന്നെയാണ്. അപ്പോ ഹിയർ ബൈ ഐ പ്രോമിസ്, എന്താ പറയാ, എന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ തെറ്റുകളും ഞാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ക്ഷമ ചോദിക്കാൻ തയ്യാറാണ്.
ഇതിൽ കൂടുതൽ Thank you, ഇതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ക്വാളിറ്റി സ്പീച്ച്. ഓക്കെ, താങ്ക് യു. thank you, sir. ഗുഡ് മോർണിംഗ്. Good morning, sir. Soumya വളരെ Suresh from നല്ല ഒരു JCA Nemmara. പറഞ്ഞോളൂ സൗമ്യ, Okay, sir. പറഞ്ഞോളൂ. Sir, carry on, sir. Sir, കഴിഞ്ഞിട്ട് പറയാം. Thank you. ഞാൻ പറയണോ? സൗമ്യ പറഞ്ഞോളൂ, കുഴപ്പമില്ല. Okay, thank you, sir. Thank you, sir. Thank you. Congratulations. Thank you so much, Kabir sir. തീർച്ചയായിട്ടും നമുക്ക് forgiveness പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് നമ്മളത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്. അപ്പൊ സാർ അത് സാറുടെ എക്സ്പീരിയൻസ് പറഞ്ഞത് ശരിക്കും നമുക്കൊക്കെ ഒരു ചിന്തിക്കാനുള്ളതും നമുക്ക് മാറാനുള്ളതുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സെബി ട്രെയിനിങ്. താങ്ക് യു സോൺ 28. താങ്ക് യു സർ. Thank you. ഹലോ, ഞാൻ പറഞ്ഞോട്ടെ ചെയർമാൻ? ശ്രീനിവാസ് sir, പറഞ്ഞോളൂ. പറയൂ സർ, പറയൂ സർ. വളരെ നല്ലൊരു രാവിലെ തന്നെ ഒരു ചിന്തയെ ഉദ്ദീപിപ്പിച്ചൊരു വിഷയം, അതിനനുസരിച്ചുള്ള ഒരു വളരെ നല്ല ഒരു പ്രസന്റേഷനും. താങ്ക് യു ഡിഫൈ. ഞാന് ഈ നമ്മുടെ സെക്യൂരിറ്റി പേഴ്സൺസ് ഇതുപോലെ ഉള്ള കുറെ അനുഭവങ്ങൾ ഇപ്പം റിഫൈക്ക് സംഭവിച്ച പോലെ നമുക്കൊക്കെ സംഭവിക്കാറുണ്ട്. അവിടെ ഒരു നമ്മള് പണം കൊടുക്കുന്ന ഇവിടെ അല്ല, ഇവിടെ ഇപ്പം റിഫൈ അവിടെ വെറുതെ ചെന്നാണ്. പക്ഷെ പലപ്പോഴും ഹോട്ടലുകളിൽ ഇത്തരത്തിലുള്ള ഒരുപാട് രംഗങ്ങൾക്ക് നമുക്ക് തന്നെ ചില സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇടപെടേണ്ടതുണ്ട്. ഞാൻ ജസ്റ്റ് അതിനോടുകൂടെ ആഡ് ചെയ്യാണ്. കഴിഞ്ഞ ദിവസം നമ്മളെ ട്രെയിനേഴ്സ് അപ്ഡേറ്റിന് വേണ്ടി മറീന റെസിഡൻസി കോഴിക്കോട് പോയി. അപ്പൊ അതിനകത്തൊരു വളരെ പ്രായമുള്ള, എനിക്ക് തോന്നുന്നൊരു എബോ 65 ഒക്കെ ഉണ്ടാവും പ്രായം. അദ്ദേഹമാണ് അവിടെ സെക്യൂരിറ്റി ആയി നിൽക്കുന്നത്. അപ്പോ എന്നോട് വളരെ നല്ല മയത്തില് അദ്ദേഹം ആ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ചെയ്തു തന്നു. ഒന്ന് ഇന്നോട്ടും അങ്ങോട്ടൊക്കെ പറഞ്ഞു തന്നു. അപ്പൊ ഞാൻ വെറുതെ ഒന്ന് താങ്ക് യു എന്ന് പറഞ്ഞു. വെറുതെ നമ്മൾ ആ ഒരു പ്രായം അദ്ദേഹത്തിന്റെ ആ ഒരു ടാസ്ക് ഒക്കെ മാനിച്ചുകൊണ്ട് നമ്മൾ പറയേണ്ട തന്നെയാണ് താങ്ക് യു എന്ന് പറഞ്ഞു. അപ്പൊ അതിന് കിട്ടിയ മറുപടി സത്യത്തില് കണ്ണ് നനയിച്ചു. അദ്ദേഹം പറഞ്ഞത്, താങ്ക്സ് പറയേണ്ടത് ഞാൻ അങ്ങോട്ടാണ്, നിങ്ങൾ വൃത്തിയിൽ വണ്ടി നിർത്തി തന്നല്ലോ. വളരെ വൃത്തിയായിട്ട് നിങ്ങൾ വണ്ടി നിർത്തി തന്നതിന് ഞാൻ അങ്ങോട്ടാണ് താങ്ക്സ് പറയേണ്ടത്. പിന്നെ ഒരു വാക്കും കൂടെ അദ്ദേഹം പറഞ്ഞു, പല ആളുകളും ഇങ്ങനെയൊക്കെ പറഞ്ഞാല് ചാടി കളിക്കാറാണ് പതിവ്, നല്ലോണം വന്ന് ചാടി കളിക്കാറാണ് പതിവ്, ദേഷ്യപ്പെട്ട് സംസാരിക്കും, അങ്ങനെയാണ് ഞങ്ങൾക്ക് ശീലമുള്ളൂ. പക്ഷേ ഇതിങ്ങനെ നിർദ്ദേശം തന്ന സമയത്ത് നിങ്ങളെങ്കിലും ഒരാള്, അത് നാടൻ മട്ടിലെ വർത്താനം, നിങ്ങളെങ്കിലും ഒരാള് മര്യാദക്ക് പിന്നെ വണ്ടി നിർത്തി തന്നല്ലോ, താങ്ക് യു ഒന്നും വേണ്ട, വണ്ടി നിർത്തി തന്നതിന് ഞങ്ങൾ അങ്ങോട്ട് താങ്ക് യു പറയണം. അപ്പോ ഈ ഒരു സംഭവം ഇപ്പോ റിഫൈ ഇത് പറഞ്ഞ സമയത്ത് ഇത് പെട്ടെന്ന് ഞാനിത് എവിടെയെങ്കിലുമൊക്കെ പിന്നെ പറയാനും ഒക്കെ ഉദ്ദേശിച്ചു വെച്ച സാധനമാണ്, കാരണം ഒരു അനുഭവമാണ്. അപ്പൊ ഈ ഒരു ഇതിനോട് കൂടെ ഇതൊന്നും ആഡ് ചെയ്യാണ്. കാരണം അത്രത്തോളം ഈ ആളുകളൊക്കെ ഏതൊരു സാഹചര്യത്തിലാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളതും അവരെ പ്രായത്തെ ഒക്കെ മാനിച്ചുകൊണ്ടൊക്കെ ഉള്ള ഒരു സംഗതി നമ്മളെ ഭാഗത്തുനിന്നൊക്കെ വേണ്ടതാണ് എന്നുള്ളത് ഒരു ബോധ്യം നമുക്ക് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആ അവസാനത്തെ സമയം ചോദിച്ചു വാങ്ങിയിട്ടാണെങ്കിലും അത് ഷെയർ ചെയ്തത് നന്നായി. കാരണം വളരെ ആ ഒരു സെഷന്റെ മൊത്തം അന്തസ്സത്ത് അതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. Thank you, sir. Thank you very much. ആരെങ്കിലും ഉണ്ടോ ഇനി പറയാൻ വേണ്ടിട്ട്? ഓക്കെ, I request to Zone Trainer Chandrika Jaishankar to propose vote of thanks. Madam. Thank you, Subhash Nair. Thank you, and a very good morning to every one of you. And ഞാൻ വോട്ട് ഓഫ് താങ്ക്സിലേക്ക് എന്റെ റെസ്പോൺസിബിലിറ്റിയിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഇന്നത്തെ സെഷനെ പറ്റി ഒരു ജസ്റ്റ് 2 വാക്ക് പറയാം. ഇത് ആക്ച്വലി വളരെ പഴയ കാലത്ത്, പണ്ട് കാലത്ത് ആൻഷ്യന്റ് ജാപ്പാനീസിന്റെ അവർ യൂസ് ചെയ്തിരുന്ന, മീൻസ് ലോകം മുഴുവൻ യൂസ് ചെയ്തിരുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റിനെയൊക്കെ, അല്ലെങ്കിൽ നെഗറ്റിവിറ്റി കൊണ്ട് നമുക്കുണ്ടാവുന്ന ഇമ്പാക്റ്റിനെയൊക്കെ ഹീൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന ഒരു ടെക്നിക്കാണ്. ഇതിന്റെ പേര്, ശരിക്കുള്ള പേര് എന്ന് പറഞ്ഞാൽ ഹോ ഓപ്പോണോപ്പോണോ ടെക്നിക് എന്നാണ് പറയുന്നത്. ഈ ടെക്നിക്ക് ഞാനും ഇത് പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനിടയ്ക്ക് ഒരു ക്ലാസ് ആയിട്ട് 3 ഡേയ്സ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എനിവേ, ഒരു വണ്ടർഫുൾ സെഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും ആക്ച്വലി പറഞ്ഞാൽ നമ്മൾ എല്ലാവരും
പ്രാക്ടീസ് ചെയ്യേണ്ട ജീവിതത്തിൽ നമ്മൾ എങ്ങോട്ട് എവിടെ എത്തിച്ചേരും എന്നുള്ളതിന് ഒരു നമുക്ക് വളരെ സന്തോഷവും സമാധാനത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു സെഷനിൽ നിന്ന് സാറ് പറഞ്ഞു തന്നിരിക്കുന്നത്. സോ ഹാറ്റ്സ് ഓഫ് ടു യു ആൻഡ് താങ്ക് യു സോ മച്ച്. Then let me go to my responsibility. Ende responsibility, vote of thanks ആണ് ഇന്നത്തെ എൻ്റെ responsibility. First of all, I would like to express നമ്മുടെ നന്ദി പ്രകടനത്തിൽ ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന്റെ ചെയർമാൻ ആയിട്ടുള്ള നമ്മുടെ സുഭാഷ് നായർ, JFM സുഭാഷ് നായർക്ക് വളരെ അഗൈതമമായ നന്ദി ഫസ്റ്റ് ഓഫ് ഓൾ രേഖപ്പെടുത്തട്ടെ. രണ്ടാമത് നമ്മുടെ ഇന്നത്തെ സ്പീക്കർ ആയിട്ടുള്ള നമ്മളെ പ്രിയപ്പെട്ട JFD അഹമ്മദ് കബീർ റിഫാഹിക്ക് എൻ്റെ സ്വന്തം പേരിലും ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും കോമൺ ആയിട്ട് നമ്മുടെ JCIയുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ദെൻ അതോടൊപ്പം തന്നെ നമുക്ക് ഇന്നിവിടെ നമ്മുടെ എല്ലാവരെയും വെൽക്കം ചെയ്ത് സംസാരിച്ച നമ്മളെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി രേഖയ്ക്ക് ഞാൻ നന്ദി അറിയിക്കട്ടെ. അതോടൊപ്പം ഓഫ് കോഴ്സ് നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഇന്ന് ഒരുക്കി തന്നിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഈ സോണൽ പ്രസിഡന്റ് ആയിട്ടുള്ള ചിത്ര മാഡത്തിന് ഹാറ്റ്സ് ഓഫ് ടു യു മാം ആൻഡ് താങ്ക് യു സോ മച്ച്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ് നമ്മുടെ ഡോക്ടർ ഹിഷാം ഹൈദർക്ക്, നമ്മുടെ JFM ഡോക്ടർ ഹിഷാം ഹൈദർ എൻ്റെ പേരിലും ഈ ഒരു ഗ്രൂപ്പിന്റെ പേരിലും ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, പിന്നെ ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള ഈ ഒരു സെഷൻ കേൾക്കുവാൻ വേണ്ടി ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. The 7 a.m. morning drive online program is hereby adjourned. Have a good day to all. JCI be better. Enjoy the joy of JCI. Thanks.